തൃശൂർ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ മദ്യസൽക്കാരം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ മദ്യപിച്ചതായി കണ്ടെത്തി. ഗ്രേഡ് എസ്ഐയും 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് മദ്യപിച്ചത്. മൂവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇതിന്റെ ദൃശ്യങ്ങളോ മറ്റോ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? മദ്യസൽക്കാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടിയതും നമുക്ക് ലഭിച്ചതും എന്താണ്? രഞ്ജിത്ത്, ഇത് വടക്കഞ്ചേരി സിഐക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയത്. എങ്ങനെയാണ് അത്തരത്തിലൊരു പരിശോധന നടത്തിയത്? അങ്ങനെയാണ് തൃശൂർ ചേലക്കര പോലീസ് സ്റ്റേഷനാണ് മദ്യസൽക്കാരം നടത്തിയത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് രഹസ്യവിവരം ലഭിച്ചത്. തുടർന്ന് അദ്ദേഹം വടക്കഞ്ചേരി സിഐ അറിയിക്കുകയും തുടർന്ന് അവിടെ നിന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ 3 പോലീസുകാരെ ഇത് പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോട് കൂടിയാണ് ഈ പരിശോധന നടക്കുന്നത്. ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി 3 ഉദ്യോഗസ്ഥരെയും കയ്യോടെയാണ് ഈ വടക്കഞ്ചേരി സിഐ പിടികൂടിയത്. തുടർന്ന് പരിശോധനയിലാണ് ഒരു ഗ്രേഡ് എസ്ഐയും അതുപോലെ 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും മദ്യപിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുടെ ഭാഗമായിട്ട് കുന്നംകുളം ACP സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇത് തെളിവുകൾ എന്ന് പറഞ്ഞാൽ, രഹസ്യ വിവരം എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആരെങ്കിലും വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണോ? ഇത്തരം സമാനമായ കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ടുള്ളവരാണോ ഈ പോലീസുകാർ? പോലീസ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ സർവീസ് പരമായ നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഡ്യൂട്ടി സമയത്താണ് ഇത്തരത്തിൽ പോലീസുകാരെ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഡ്യൂട്ടി സമയത്ത് ഇവർ മദ്യപിക്കുന്നു എന്നുള്ള വിവരമാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. തുടർന്നാണ് വടക്കഞ്ചേരി പിഐയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയതും ഈ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയത്. പരിശോധന അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ഗാർഡിന്റെ ഓഫീസിലും ഇത്തരത്തിൽ വലിയ തോതിൽ മദ്യക്കുപ്പികൾ കണ്ടെത്തുകയും ആ കോസ്റ്റ് ഗാർഡിന്റെ സ്റ്റേഷൻ, അതായത് ഇടം കുറെ കൂടി ഇത്തരത്തിൽ നിറയെ മദ്യക്കുപ്പി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ടെത്തിയിരുന്ന ഒരു അവസ്ഥ കൂടി കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടെത്തിയിരുന്നു. അതിലും നടപടി ഉണ്ടാകുന്ന ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ആളുകൾ തന്നെ ഡ്യൂട്ടിയുടെ സമയത്ത് ഇത്തരത്തിൽ മദ്യപിക്കുന്നു അല്ലെങ്കിൽ മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്. അത് മാത്രമല്ല, ഇത് ഈ ഡ്യൂട്ടി സമയത്താണ് ഇത്തരത്തിൽ പോലീസുകാര് ഒരു ഗ്രേഡ് എസ്ഐയും അതുപോലെ 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് വിഷയവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നേരിടുന്നത്. എന്തായാലും ഇവർക്കെതിരെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതിനുശേഷം ആയിരിക്കും തുടർ നടപടികൾ, അതായത് ഔദ്യോഗികപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അത് എങ്ങനെയെന്നുള്ള കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുക. ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.